കരിയർ ടോക്കും ആയിട്ടാണ് അവധിയിൽ പഠിച്ച് ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അപർണയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? ഓക്കെ, വാ പോര്. വെൽക്കം ടു അവർ കരിയർ ടോക്ക് സെക്ഷൻ. ഓക്കെ, അപർണ നല്ല പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പേടിയുണ്ടോ? ഇല്ലല്ല. ഓക്കെ, ഫസ്റ്റ് ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യാമോ? എന്റെ പേര് അപർണ. ഞാനിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അബോധയിൽ പഠിച്ചിറങ്ങി ഇപ്പൊ ഇന്റേൺഷിപ്പിൽ കയറിയിരിക്കുകയാണ്. തൃശ്ശൂരാണ് വീട്. തൃശ്ശൂരാണല്ലേ പറഞ്ഞ വീട്? ഓക്കെ, വീട്ടിലപ്പോ ആരൊക്കെയുണ്ട്? ഞാന്, അമ്മ, ഹസ്ബൻഡ് ഉണ്ടല്ലേ? ഇപ്പൊ മാരീഡ് ആണ്. ഓക്കെ, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഓക്കെ, അപ്പം കുഞ്ഞ് എത്ര വയസ്സുണ്ട്? 5 മാസം. അപ്പം ഇതിനു മുന്നേ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? അവധിയിൽ വരുന്നതിന് മുന്നേയായിട്ട് ഞാൻ ഡിഗ്രി. ആ ഒരു സമയത്ത് അവധിയെ കുറിച്ച് എവിടുന്നാണ് അറിഞ്ഞത്? ഞാൻ ഇൻസ്റ്റാഗ്രാമിന്ന് ആഡ്സ് ഒക്കെ കണ്ടിരുന്നു, അങ്ങനെയാണ്. അപ്പം ഇവിടെ ക്യാരിങ് ആയിരുന്ന സമയത്തേല്ലേ അവധിയിൽ ജോയിൻ ചെയ്തത്? അപ്പൊ ആ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു? എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല, എളുപ്പമായിരുന്നു. കറക്റ്റ് 3 മാസം കൊണ്ട് തീർക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ 3 മന്തിന് മുമ്പ് കംപ്ലീറ്റ് ആയി. ആണല്ലേ? അപ്പം ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ജാബ് സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ ഐഡിയ വന്നപ്പോ അറ്റൻഡ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പം ക്യാരിങ് ആയി 3 മാസം കഴിഞ്ഞിട്ട് ഉടനെ അറ്റൻഡ് ചെയ്തപ്പം കോൾ വന്നിട്ടുണ്ടായിരുന്നോ കമ്പനിയിൽ നിന്ന്? ഉടനല്ല, ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ അറ്റൻഡ് ചെയ്തത്. പ്രസവമൊക്കെ ആയ കാരണം അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്തപ്പോ അതിന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില തടസ്സങ്ങൾ മൂലം പോവാൻ പറ്റിയില്ല. ഏത് കോഴ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്? പുതിയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ എവിടെയാണ് ഇന്റേൺഷിപ്പ് കിട്ടിയത്? നൈൽ ഹോസ്പിറ്റൽ. അതെവിടെയാണ്? കൈപ്പറമ്പ്. അവിടെ എങ്ങനെയുണ്ട് ഇന്റേൺഷിപ്പ് തുടങ്ങി? ഇപ്പൊ എത്ര നാളായി ഇന്റേൺഷിപ്പിൽ കയറിയിട്ട്? ഒരു 20 days ആയിട്ടുണ്ടോ തുടങ്ങിയിട്ട്. എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? വീടിനടുത്ത് തന്നെയാണോ? കുറച്ച് പോയി വരുമല്ലേ? നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്? ഇല്ല. എങ്ങനെയുണ്ട് അവിടെ? വർക്കൊക്കെ എങ്ങനെയാണ്? വർക്കൊക്കെ ഉണ്ട്, പിന്നെ പഠിക്കണല്ലോ എന്തായാലും. കുഞ്ഞിനെ എങ്ങനെയാണ് ഫാമിലി? വീട്ടിലമ്മ നോക്കും, അത് കാരണം കുഴപ്പമില്ല. ഓക്കെ, ജോബിന് ചെന്ന് കയറിയിട്ട് ഇപ്പൊ 20 days ഐഡിയ. അപ്പം ഫസ്റ്റ് ചെന്ന് കയറിയപ്പോ അവിടെ കൊളീഗ്സ് ഒക്കെ എങ്ങനെ സപ്പോർട്ടീവ് ആയിരുന്നു? ആദ്യമൊക്കെ കുറച്ച് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടായിരുന്നല്ലോ ആ ഒരു ഫീൽഡിൽ. എങ്ങനെ ആൾക്കാർ റിയാക്ട് ചെയ്യാന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ പോകെ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ, അപർണ ഫസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കോഴ്സ് അവധിയിൽ എടുത്ത സമയത്ത് 2800 രൂപയായിരുന്നു ഫീസ് വരുന്നത്. അന്ന് ആ ഒരു ഇതില് അത്ര അഫോർഡബിൾ ആയിട്ട് തോന്നുമായിരുന്നു? അന്ന് ആ ഒരു ഇതിൽ കോഴ്സ് എടുത്തപ്പം ഓക്കെ ആണ്, എന്റെ ലൈഫിൽ ഇത് ഓക്കെ ആയിരിക്കും എന്നൊരു തോന്നലുണ്ടായിരുന്നു? അന്ന് ഉണ്ടായിരുന്നില്ല, കാരണം അത്രയും എന്താ പറയാ, എത്ര കാശുള്ളൂ അങ്ങനെ ഒരു ചോദ്യചിഹ്നമായിരുന്നു നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരിക. പിന്നെ കുറെ സെർച്ച് ചെയ്ത് ഓരോരുത്തരോട് ചോദിച്ചും എന്തിട്ടാണ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മളത് തെരഞ്ഞെടുത്തിട്ടുള്ളൂ. എന്ന് വിചാരിച്ചില്ല 2800 രൂപയ്ക്ക് ഇതുവരെ എത്താൻ പറ്റുന്ന വിചാരിച്ചില്ല. തുടക്കത്തിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്തപ്പോൾ നമ്മൾ ഓൺലൈൻ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് ക്ലാസ് കംപ്ലീറ്റ് ആക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് 2-3 ക്ലാസ് കേട്ടപ്പോൾ മടിയായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഞാന് പറഞ്ഞല്ലോ, ഞാൻ ഡിഗ്രിക്ക് എടുത്തത് BBA ഏവിയേഷൻ ആയിരുന്നു. അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പൊ എന്താ പറയാ, ആദ്യമായിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ വേണ്ടി ചെല്ലുന്ന അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ആദ്യം എനിക്കൊരു 2-3 ക്ലാസ് കേട്ടപ്പോ എനിക്ക് എന്തോ എന്താ പറയാ, ബോറടിക്കില്ല, എന്തോ ഒരു നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കേട്ട് തുടങ്ങിയപ്പോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കുഴപ്പമില്ല, എളുപ്പമുണ്ട്, അങ്ങനെ. BBA ഏവിയേഷൻ അല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്? അപ്പൊ ആ ഒരു ഇതിനകത്ത് ഇപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉള്ള കോഴ്സ് അവധിയിൽ എടുക്കാം, അല്ലെങ്കിൽ അതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു കോഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഒരു കോഴ്സ് എടുക്കണമെന്ന് എന്താണ് തോന്നിയത്? ഞാൻ ഡിഗ്രി ഡ്രോപ്പ് ചെയ്തിരിക്കുന്ന ശേഷമാണ് എന്താ പഠിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഡിപ്ലോമ സെർച്ച് ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഞാൻ അവബോധയെ പറ്റി അറിയുന്നത്. ഗൂഗിളിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആഡൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ അങ്ങനെ ഇതില് ജോയിൻ ആവാൻ താല്പര്യപ്പെടുന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് യൂട്യൂബിലൊക്കെ കൂടുതൽ കണ്ടത് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടാണ്. അങ്ങനെയാണ് ഞാൻ അവബോധയിൽ ചേരുന്നത്. ഓക്കെ, അപർണ ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയായിരുന്നു? നൈല ഹോസ്പിറ്റൽ. ഇപ്പം ഇന്റേൺഷിപ്പും 3 മന്ത് അല്ലേ ഇന്റേൺഷിപ്പ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ 3 മന്ത് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് അവിടെ തന്നെ പ്ലേസ്മെന്റ് കയറാനുള്ള പ്ലാൻ ഉണ്ടോ? അവിടെ തന്നെ കിട്ടുകയാണെങ്കിൽ അവിടെ തന്നെ കയറും, അല്ലെങ്കിൽ അവബോധ വഴി ജാബ് ഒന്നുകൂടെ അറ്റൻഡ് ചെയ്ത് പ്ലേസ്മെന്റ് നോക്കാനാണ് ഞാൻ വെച്ചാൽ. പുറത്തു വല്ലതും പോകാനായിട്ടുള്ള പ്ലാൻ ഉണ്ടോ? ഓക്കെ, അവബോധയില് 40ഓളം കോഴ്സുകളുണ്ട്. അപ്പം പുതിയ കോഴ്സുകളിൽ പുതിയ ബാച്ചുകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ സ്റ്റുഡൻസ് വരുമ്പം അപർണയുടെ എക്സ്പീരിയൻസും അവർ എന്തായാലും കാണും. അപ്പൊ പുതിയ സ്റ്റുഡൻസിനോട് അപർണയ്ക്ക് എന്തായിരിക്കും പറയേണ്ടത്? എന്റെ എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ഈ കാലത്തില് നമുക്ക് എളുപ്പത്തില് ഓൺലൈനായി തന്നെ നമുക്ക് വേണ്ട കോഴ്സ് നമുക്ക് തിരഞ്ഞെടുത്ത്
പഠിക്കാവുന്നതാണ്. സ്റ്റുഡൻസിന് മാത്രമല്ല, നമുക്ക് വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന വുമൻസിനായാലും മാരീഡ് ആയവർക്കായാലും വെറുതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് ഇതിലൊരു കോഴ്സ് പഠിച്ച് നമുക്കൊരു വരുമാനം കിട്ടുക എന്നുള്ളത്. അതിനൊരു എളുപ്പ വഴിയാണ് അവബോധ. അത് മാത്രല്ല, നമുക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എന്തായാലും എത്തിച്ചേരാൻ പറ്റും. അതിന് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അവബോധ. ഇതിലുള്ള കോഴ്സുകളൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് അതിന് പറ്റിയ കോഴ്സ് എടുത്ത് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ അപർണ, അപ്പം നമ്മുടെ ബോറടിപ്പിച്ചില്ലല്ലോ അല്ലേ ഇത്ര നേരം? ഓക്കെ ഓക്കെ അപർണ, അപ്പം അപർണയുടെ ഫാമിലിയെ കൂടി നമുക്കൊന്ന് കാണിച്ചാലോ? ഓക്കെ അല്ലേ? ഇതാണ് അപർണയുടെ ഫാമിലി. അപർണ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് എന്റെ അമ്മ, ഇത് ഹസ്ബൻഡ്, കുഞ്ഞിന്റെ പേരെന്താണ്? അദ്വിക. അദ്വിക. ഓക്കെ ഓക്കെ. അമ്മയ്ക്കും ഹസ്ബൻഡിനും എന്താണ് പറയാനുള്ളത്? കാരണം ഇത്ര പെട്ടെന്ന് ഒരു കോഴ്സ് എടുത്ത് 3 മാസം കൊണ്ട് തന്നെ അപർണ അത് കംപ്ലീറ്റ് ആക്കി. അപ്പം അബുദാബിയിൽ കയറി കഴിഞ്ഞപ്പോ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? കോഴ്സിനെ കുറിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പെട്ടെന്ന് ഇന്റേൺഷിപ്പിന് കിട്ടിയതും നല്ലത്. സന്തോഷം തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് കുറച്ചു നേരത്തേക്ക് ഇത്രയൊരു സമയം നമ്മള് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് അറിയാം. കുഞ്ഞായിട്ടൊക്കെ കുഞ്ഞു അമ്മയും കൊണ്ടൊക്കെ നടക്കുമായിരുന്നു ഇത്രയും സമയം. അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടും അമ്മയും മാറി മാറി എടുക്കുമായിരുന്നു കുഞ്ഞിനെ. അപ്പൊ എന്തായാലും ഇത്രയും നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഞങ്ങൾ അപർണയുടെ എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്ത അപർണയ്ക്കും ഫാമിലിക്കും എന്റെയും അബോധയുടെയും ഭാഗമായിട്ട് താങ്ക്സ് അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ ജോയിനിങ് വിത്ത് അവർ അബോധ കരിയർ ടോക്ക് സെക്ഷൻ. താങ്ക് യു.